സോ ലാസ്റ്റ് വീഡിയോ നമ്മൾ എന്താണ് ഈ ബ്രോക്കർ എന്ന് പറഞ്ഞ് എ ബുക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞ് ബി ബുക്ക് ബ്രോക്കർ എന്ന് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് സീരീസിൻ്റെ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്താണ് ഈ ബ്രോക്കർ, എന്താണ് ഈ ബ്രോക്കറിൻ്റെ റോള്? ഞാൻ പറഞ്ഞു നമുക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, അതിന് നടുവിൽ നിൽക്കുന്ന ഒരു മിഡിൽ മാൻ ആണ് ഈ ബ്രോക്കർ. അപ്പം ബ്രോക്കറിന് എന്താ ഇതിൽ നിന്ന് ലാഭം കിട്ടുന്നത്? കമ്മീഷനാണോ? കമ്മീഷൻ്റെ പുറമെ ബ്രോക്കറിന് ലാഭം കിട്ടുന്ന ഒരു സാധനമാണ് സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു സാധനം. എന്താ ആക്ച്വലി സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രോക്കറിനും ഓരോ സ്പ്രെഡായിരിക്കും. ഏറ്റവും കൂടുതൽ സ്പ്രെഡ് കുറഞ്ഞ ബ്രോക്കറിനെ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പം ബ്രോക്കറിൽ ഒരു 0.20 ആണ് സ്പ്രെഡ് എന്ന് വിചാരിക്കാം. നമ്മൾ 100 രൂപയ്ക്ക് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്കത് കിട്ടാം 100.20 ആ 0.20 ഇല്ലേ, അതാണ് അവരുടെ ലാഭം. മനസ്സിലായോ? കമ്മീഷൻ്റെ പുറമെ ആ 0.20 അവരുടെ ലാഭം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറയുകയാണ്. നമുക്കിപ്പോൾ ഒരു ടാർഗറ്റ് വെച്ച് നമ്മളിപ്പോൾ ഒരു 100 രൂപയായി കഴിഞ്ഞാൽ ഞാൻ ഈ ട്രേഡ് ക്ലോസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ച്, എന്ത് ക്ലോസ് ചെയ്യുന്നൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ സാധനം പർച്ചേസ് ചെയ്ത് നമ്മൾ 100 രൂപ എത്തുമ്പോൾ നമ്മളിത് വിൽക്കുന്നു നമ്മൾ വിചാരിച്ച് 100 രൂപ എത്തുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്താലും ഈ 100-ലായിരിക്കില്ല ക്ലോസ് ആവുക, 100.20 ക്ലോസ് ആവും. ആ 0.20 അതാണ് ഈ ബ്രോക്കറിൻ്റെ ലാഭം. അപ്പം ഏറ്റവും കൂടുതൽ സ്പ്രെഡ് കുറഞ്ഞ ബ്രോക്കറിനെ നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ഈ ബ്രോക്കറിൽ വരുന്ന 2 ബ്രോക്കേഴ്സാണ് എ ബുക്ക് ബ്രോക്കറും ബി ബുക്ക് ബ്രോക്കറും. എന്താണ് ഈ എ ബുക്ക് ബ്രോക്കറും എന്താണ് ഈ ബി ബുക്ക് ബ്രോക്കറും? എ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ട്രേഡിങ് പറഞ്ഞാൽ ഇവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ സ്പ്രെഡും ചെറിയ കമ്മീഷനും എടുത്തിട്ട് പോകും. പൈസ മൊത്തം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് ട്രേഡ് ചെയ്യും, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക്, കിട്ടുന്ന ലോസ് നമുക്ക്, എല്ലാം നമുക്ക് സ്വന്തമായിരിക്കും. അതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ബി ബുക്ക് ബ്രോക്കറിലേക്ക് വരുമ്പം ബി ബുക്ക് ബ്രോക്കറിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ട്രേഡ് ചെയ്യാൻ വിചാരിക്കാം. നമ്മളൊരു $100 ഡെപ്പോസിറ്റ് ചെയ്ത്, ഓക്കെ, ഈ $100 എന്ന് പറയുമ്പം ഈ ബ്രോക്കർ നമുക്ക് ഡെമോ അക്കൗണ്ടായിട്ടും തരും. ശരിക്കും നമ്മൾ 100 ഇട്ട്, അപ്പോൾ നമ്മൾ ഈ ഡെമോ അക്കൗണ്ട് നമ്മൾ കാണാൻ 100, നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മളൊരു $200 പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് $200 എടുത്ത് നമുക്ക് തരും. ഓക്കെ, എങ്ങാനും നമ്മൾ ഈ $100 ലോസ് ആയി കഴിഞ്ഞാലോ, നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ലോസായി, പക്ഷേ ബ്രോക്കറിന് $100 പ്രോഫിറ്റ് കിട്ടി. കാരണം അവർ നമുക്ക് റിയൽ അക്കൗണ്ട് അല്ല തരുന്നത്, അവർ നമുക്ക് ഡെമോ അക്കൗണ്ടാണ് തരുന്നത്. അപ്പം ഇതാണ് ബ്രോക്കറിൻ്റെ ബി ബുക്ക് ബ്രോക്കർ എന്നാണ്. പക്ഷേ ബി ബുക്ക് ബ്രോക്കറിന് ഒരു പ്രശ്നമുണ്ട്. ഹൈ വോളിയം ഉള്ള സമയത്ത് ബി ബുക്ക് ബ്രോക്കർ എന്താക്കും, സ്പ്രെഡ് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ ഈ 0.20 എന്ന് പറഞ്ഞ സാധനം കൂട്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ ലോസ് ആവാനും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ട്രേഡ് വിചാരിച്ച സ്ഥലത്ത് നിന്ന് പർച്ചേസ് ആവാണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടും ക്ലോസ് ആവാണ്ടോ, ഇങ്ങനെ ചെയ്ത്. കാരണം അവരുടെ ആവശ്യം എന്താ, നമുക്ക് നഷ്ടം വരില്ല, നഷ്ടം വന്നാലേ അവർക്ക് ലാഭമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉടായ്പ് കളിച്ചിട്ട് അവർ മാക്സിമം നമ്മളെ ലോസ് ആക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു എ ബുക്ക് ബ്രോക്കറിനെ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാം. കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്, നല്ല ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. നമുക്ക് കറൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ആൽപാരി എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആൽപാരിയിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളൊരു ജസ്റ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്രോക്കറിൽ അക്കൗണ്ട് തുടങ്ങാം, ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഡേ എപ്പിസോഡ് പോവാം. താല്പര്യമുള്ളൊരു ജസ്റ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക്.